കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിയും 2 പെൺമക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂവരും ആത്മഹത്യ ചെയ്യാൻ പുറത്തിറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. ഷൈനിയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പുറത്തിറങ്ങിയ ഇളയ മകൾ ബലം പിടിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് ഷൈനി 2 മക്കളെയും പിടിച്ചു നടക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4ഓടെയാണ് ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. മൂവരും മരിക്കുന്നതിന് തലേ ദിവസം ഷൈനിയുടെ ഭർത്താവ് നോബി ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറയുന്നുണ്ട്. നീയും കുട്ടികളും പോയി മരിക്കൂ എന്ന് നോബി പറഞ്ഞു. ഇത് കേട്ടതിലുണ്ടായ മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെയാണ് ഷൈനി ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയായിരുന്നു നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോബിയുടെ ഭാര്യ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏറ്റുമാനൂരിന് സമീപം പാറോലിക്കലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. റെയിൽവേ പാളത്തിലേക്ക് ചാടിയ അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്ന് മാറിയിരുന്നില്ല. അമ്മയെ ചേർത്ത് പിടിച്ചാണ് 2 മക്കളും പാളത്തിലിരുന്നത്. പിന്നാലെ ട്രെയിൻ ഇവരെ ഇടിച്ചു കടന്നുപോയി. ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് ഷൈനിയും മക്കളുമാണെന്ന് തിരിച്ചറിഞ്ഞു. സാധാരണ എല്ലാ ദിവസവും പുലർച്ചെ പള്ളിയിൽ പോകാറുണ്ടായിരുന്ന ഷൈനിയും കുട്ടികളും അന്നും പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. വഴിയിലേക്ക് ഇറങ്ങിയ ശേഷം മുന്നോട്ട് നടക്കാൻ മടിക്കുന്ന ഇളയ കുട്ടിയുടെ കയ്യിൽ ഷൈനി ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് രാവിലെ 5:20 നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ഷൈനിയും കുട്ടികളും ജീവനൊടുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്താവ് നോബിയുടെ പ്രവൃത്തികൾ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഷൈനിയും മക്കളും ജീവനൊടുക്കുന്നതിന് മുൻപ് ഭർത്താവ് നോബി ഫോണിൽ വിളിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവാഹമോചന കേസിൽ സഹകരിക്കില്ല, കുട്ടികളുടെ ചെലവിന് പണം നൽകില്ല, സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ നൽകില്ല തുടങ്ങിയ കാര്യങ്ങൾ നോബി പറഞ്ഞതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയ നോബിക്കെതിരെ ഗാർഹിക പീഡന കേസ് കൂടി ചുമത്തിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.